ഹലോ ഗായ്സ്, വെൽക്കം ടു സ്ട്രീം. അപ്പോൾ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്ന അടുത്തൊരു വാർഗോഡിൻ്റെ മാച്ചുമായിട്ട്. അപ്പോൾ വാർഗോഡ് ഇന്ന് റാങ്കിലാണ് മാച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെമ്പേഴ്സ് എല്ലാം കയറി വരുന്നത് സ്ലോട്ട് നമ്പർ 1 വേക്കൻ്റ് ആയിട്ടിരിക്കുമ്പോൾ സ്ലോട്ട് നമ്പർ 1 വേക്കൻ്റ് ആയിരിക്കുമ്പോൾ പി ബി ടീം അവിടെ കയറിയിട്ടുണ്ട്. സ്ലോട്ട് നമ്പർ 4 പി ബി ടീമിൽ ഇബ്ലീസ് റഡക്സ് ടീമാണോ, പീക്കി ബ്ലൈൻഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് സോൾ റഡക്സ്, ഇബ്ലീസ് റഡക്സ് എല്ലാം കയറിക്കൊണ്ടിരിക്കുന്നു. ഗ്രൗണ്ട് സീറോയ്ക്ക് വേണ്ടി കില്ലോ ഹോഗ് റൈഡർ എല്ലാം കയറിക്കൊണ്ടിരിക്കുന്നു. 1x വേണ്ടി അവിടെ കയറിയിരിക്കുന്ന അദ്വൈത്, എഡ്ഗർ, സൈക്ലോപ്സ് ആൻഡ് ടോംബാണ്. അപ്പം പുതിയ മെമ്പേഴ്സിനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു, പുതിയ ടീംസിനെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഹോക്സിന് വേണ്ടി പാണ്ട ആൻഡ് വില്ലൻ കയറിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ടീംസിൻ്റെ പേരൊക്കെ ഇന്ന് സെറ്റായിട്ട് വരുമ്പോഴത്തേക്ക് അല്പസമയം എടുക്കും. നരുട്ടോ AGM അവിടെ കയറിയിട്ടുണ്ട്, AGM ടീമിൻ്റെ എക്സ്കാലിബർ അവിടെ കയറിയിട്ടുണ്ട്. ബ്രൂട്ടൽ ടീമിന് വേണ്ടി റൈസനിൽ കയറിയിട്ടുണ്ട്. ആൻഡ് F2Pക്ക് വേണ്ടി അവിടെ മെമ്പേഴ്സ് കയറിയിട്ടുണ്ട്. F2P ആക്ടിവിസ്റ്റ്, സിയാസ്, ഹസീൻ, ഡെവിൾ കിങ് എല്ലാമാണ് കയറിയിരിക്കുന്നത്. B4Mന് വേണ്ടി അവിടെ കയറിയിരിക്കുന്നത് സോൾട്ടി, റിയാസ് കയറിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ZRM ടീമിന് വേണ്ടി ZRM ക്യാപ്റ്റൻ റീപ് മോഹു എല്ലാം കയറിയിട്ടുണ്ട്. ബ്രെയിൻ ടീമിന് വേണ്ടി ലൈറ്റ്നിങ് പണിഷർ റോഗ് കയറിയിട്ടുണ്ട്. സൈറസ് MYT ഒക്കെ കയറിയിട്ടുണ്ട്. ഏത് ടീമിനാണെന്ന് W2H ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ ബയാസ്, സാസ ആൻഡ് BIA ടീമിന് വേണ്ടി BIA ടീമിന് വേണ്ടി റിച്ചി കയറിയിട്ടുണ്ട്. കാസ കയറിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഫസ കയറിയിട്ടുണ്ട്. നമ്മൾ ലൈവ് പോയൊന്ന് നോക്കട്ടെ. ലൈവ് പോവുകയാണെങ്കിൽ നമുക്ക് നേരെ ഇതൊന്ന് അയച്ചു കൊടുത്തേക്കട്ടെ. സോറി ഗൈസ്, ജസ്റ്റ് ഒന്ന് ബിസി ആയിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് നമുക്ക് തിരിച്ചെത്തിയിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ ഇവിടെ വരെ എത്തിയ BI വരെ. അപ്പോൾ കേരള ടീമിന് വേണ്ടി ലിക്വിഡ്, സോണി കോപ്പി ആൻഡ് പപ്പു വൈറ്റി, മെൽവിൻ എല്ലാം കയറിയിട്ടുണ്ട്. DKCക്ക് വേണ്ടി നിഞ്ച, സെറം, ആറ്റം ആൻഡ് ഡെഡ്സെക്ക് അവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ ക്രേസി ടീമിന് വേണ്ടി റേക്കർ, ക്രിപ്റ്റോ, സൈക്കോ ആൻഡ് ഏരീസ് കയറിയിട്ടുണ്ട്. KWS ടീമിന് വേണ്ടി റെഡ് ഹുഡ്, ചാൻ, മോട്ടൽ എല്ലാം കയറിയിട്ടുണ്ട്. ബ്ലൈൻഡ് ടീമിന് വേണ്ടി വില്യം, സിവോസ് ആൻഡ് ആസ്ട്രിക്സ് കയറിയിട്ടുണ്ട്. LMX ടീമിന് വേണ്ടി അവിടെ ഇഗ്നൈറ്റ്, DCK എല്ലാം കയറിയിട്ടുണ്ട്. എന്തായാലും അവർ സെറ്റായിട്ട് നിൽപ്പുണ്ട്. 1 minute ഗൈസ്, എന്തൊക്കെയോ മെസ്സേജുകൾ ചെറുപുറേ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നോട്ടീസ് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു നോട്ട്. 2 പേര് വാച്ചിങ് ഓൾറെഡി എത്തിയിട്ടുണ്ട്. നമ്മുടെ ബാക്കി മെമ്പേഴ്സിനെ നോക്കാം. DCയിലെ മെമ്പേഴ്സ് സെറ്റായിട്ട് നല്ല ലോഗോ ആക്കിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. DC കില്ലേഴ്സ്, ആഷിക്, സെറാൻ ആൻഡ് DC സെൻ അവിടെ എത്തിയിട്ടുണ്ട്. വാർഗോഡ് കിൽറാറ്റ് അവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ വാർഗോഡിലെ മെമ്പേഴ്സ് എല്ലാം അവിടെ കയറിയിരിപ്പുണ്ട്. നമുക്ക് നോക്കാം. ക്വാറന്റൈൻ സ്ക്രീൻസ് നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്. എന്തൊക്കെയോ മെസ്സേജുകൾ ചെറുപ്പുറ വന്നുകൊണ്ടിരിക്കുന്നു. എനിവേ നമ്മൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഇതൊന്ന് തീർത്തോട്ടെ.
ഓക്കെ, ഇനി അതിൻ്റെ ശല്യം ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ 78 മെമ്പേഴ്സ് കയറിയിട്ടുണ്ട്. 78 മെമ്പേഴ്സ്, ബാക്കി മെമ്പേഴ്സ് എല്ലാം ചെറുപറയായിട്ട് കയറേണ്ടതാണ്. അപ്പം സ്ലോട്ട് നമ്പർ 1 എന്തായാലും കയറി. KWH ക്രോണോസ് കയറി വരുന്നുണ്ട്. അബ്സോർബർ PX ഓൾറെഡി എത്തിയിട്ടുണ്ട്. അവിടെ ബാക്കി മെമ്പേഴ്സിനെ നോക്കുവാണെങ്കിൽ എംപറർ B4M വേണ്ടി എംപറർ എത്തിയിട്ടുണ്ട്. എസിമോ ML എത്തിയിട്ടുണ്ട് B4M ടീമിന് വേണ്ടി തന്നെ. F2P ടീമിന് വേണ്ടി ഡബിൾ കിം ഹസീൻ, ഓക്കെ, ഹസീൻ ആൻഡ് ആക്ടിവിസ്റ്റ് എല്ലാം അവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. LXന് വേണ്ടി LX ഹൂളിഗൻ ARL ആൻഡ് സ്നൈപ്സ് അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. സൈറസ് ടീം മാഡ്ജിയോ വൈറ്റി അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. WHCS സൈറസ് 006 ഒക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്, നമുക്ക് കാണാം. അപ്പോൾ MRC ടീമിന് വേണ്ടി MRC റബൽ കയറിയിട്ടുണ്ട്. MRC പോക്കോ കയറിയിട്ടുണ്ട്. സുപ്രീം കയറാൻ ചാൻസ് ഉണ്ട്. സുപ്രീം, ബാക്കിയുള്ള മെമ്പേഴ്സിട്ട് കയറുന്നുണ്ട്. വാർഗോഡിലെ മെമ്പേഴ്സിനെ ആരും കാണുന്നില്ല ഇന്ന്. വാർഗോഡിലെ മെമ്പേഴ്സിൻ്റെ MRC ബീനൂടെ അവിടെ എത്തിയിട്ടുണ്ട്. MRC ടീമിന് വേണ്ടി സുപ്രീം അല്ല, ടോമർ. 1 സ്പിരിറ്റ് 1 ടീം 1 വിൻ. ടീം DC, വെൽ സെഡ് ബ്രോ, വെൽ സെഡ്. DC ആസ്ട്രൽ, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ DCയുടെ മനോഹരമായ ലോഗോയോട് കൂടി പിള്ളേരിയിരിക്കുന്ന കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും കൂടി. DEZ കില്ലർ, DC ആഷിക്, കരൺ ആൻഡ് ഷീൻ. വളരെ മനോഹരമായിരുന്നു. നല്ല രീതിയിലുള്ള ലോഗോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതോടൊപ്പം തന്നെ LMX ടീമിന് വേണ്ടി ഇഗ്നാറ്റ് സീക്കോ ആൻഡ് ID അവിടെ കയറി വരുന്നുണ്ട്. ബട്ട് KWS ടീം അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ ക്രോണോസിനെയൊക്കെ, തീ വാർന്ന ക്രോണോസിനെയൊക്കെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. DKC ആറ്റം, DKCക്ക് വേണ്ടി ഡെഡ്സെക്, DKC സിറം ആൻഡ് DKC നിഞ്ച OP അവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ മെമ്പേഴ്സും നമുക്ക് ഓൾമോസ്റ്റ് തന്നെ കയറിയിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ LXന് വേണ്ടി ക്രഷർ കൂടെ കയറി വന്നപ്പോഴത്തേക്ക് LX ടീം അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. B4 ടീം അവിടെ ഗ്രൗണ്ട് സീറോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ PX ടീം ഇവിടെ കംപ്ലീറ്റ് ആവാനുണ്ട്. അപ്പോൾ PX ടീമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് തോന്നുന്നു. ഏകദേശം PB ഏസ് റെഡക്സ് ഒക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. തൊട്ടടുത്ത് വാർഗോഡ് ജഡ്ജർ അവിടെ കയറിയിട്ടുണ്ട്. കിൽറൈറ്റ് അവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവരുടെയൊക്കെ ഫൈറ്റ് കാണേണ്ടതായിട്ടുണ്ട്. സ്ലോട്ട് നമ്പർ 23 ഇപ്പോഴും വേക്കൻ്റാണ്. 23 മെമ്പേഴ്സ് ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമ്മുടെ മാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ DC വൈപ്പർ എടുത്തിട്ടുണ്ട്. വൈപ്പറെ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ DC വൈപ്പർ, വെൽക്കം ടു ദ സ്ട്രീം. വേറൊരു വൈപ്പറിന് വേണ്ടി ലവ് ഹാർട്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ DC വൈപ്പർ. എന്തായാലും DC വൈപ്പർ മനോഹരമായിരിക്കുന്ന DC വൈപ്പറിന് സ്ട്രീമിലേക്ക് സ്വാഗതം ചെയ്യുക. അപ്പോൾ അതേമാതിരി DC ആസ്ട്രലിന്. അപ്പോൾ DC മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ ചാറ്റിൽ. ബാക്കി മെമ്പേഴ്സിനൊക്കെ സപ്പോർട്ട് എന്ത് ചെയ്യും? എവിടെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട്? നമ്മുടെ DC മാത്രം കേട്ട സപ്പോർട്ട് ഇവിടെ തരുന്നുണ്ട്. ബാക്കി മെമ്പേഴ്സിനൊന്നും കാണാനുമില്ല. എവിടെ പോയി എല്ലാവരും? സോറി, DCക്ക് വേണ്ടി ആസ്ട്രലിലൂടെ ലവ് ഹൃദയം, അതോടൊപ്പം എന്തൊക്കെയോ അയക്കുന്നുണ്ടെങ്കിൽ എന്ത് ദൈവമേ, നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ മുട്ട് കുത്തുന്നു. അപ്പോൾ വാർഗോഡ് ടീമിൻ്റെ ഇതൊക്കെ തുടങ്ങാനുണ്ട്, എത്താറുണ്ടായിരുന്നു. അവരെത്തിയൊന്ന് നോക്കട്ടെ. അപ്പോൾ വാർഗോഡിൽ സാംസണുണ്ട് എത്തിയിട്ടുണ്ട്. അപ്പം സാംസങ്, കിൽറാറ്റ് ആൻഡ് ജഡ്ജർ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി മെമ്പേഴ്സ് സ്ലോട്ട് നമ്പർ 23 എത്തിയിട്ടുണ്ട്. PX ടീമിൻ്റെ അബ്സോർവർ മാത്രമേ എത്തിച്ചേർന്നിട്ടുള്ളൂ. ബാക്കി മെമ്പേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. ഹോക്ക് ടീമിന് വേണ്ടി പരിചയപ്പെടുത്താം. ബാക്കി ട്രാംപ് ആൻഡ് ഡിലോപ്സിന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ റെഡക്സ് ടീമിന് വേണ്ടി എത്തിയേക്കുന്ന റെഡക്സ് ആണോ PB ടീമാണോ എന്ന് എനിക്ക് കൺഫ്യൂഷനുണ്ട്. പീക്കി ബ്ലൈൻഡേഴ്സ് എന്ന് പറഞ്ഞ കിടക്കുന്ന PB സോൾ റെഡക്സ്, PB ഇബ്ലീസ് റെഡക്സ്, ജോക്കർ ആൻഡ് ഏസ് റെഡക്സ് എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ PX ടീമിന് വേണ്ടി അവിടെ ഡോക്ടർ കയറിയിട്ടുണ്ട്. PX46 ഡോക്ടർ അവിടെ കയറിയിട്ടുണ്ട്. ബാക്കി മെമ്പേഴ്സിനൊന്നും കാണുന്നില്ല. 4 പേര് വാച്ചിങ് ഉണ്ട് ഇപ്പം. അപ്പോൾ ഗൈസ്, നിങ്ങൾ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് തന്നേക്കണേ, ഒന്ന് ഷെയർ ചെയ്തേക്കണം, ഒന്ന് സബ് ചെയ്തേക്കണേ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ചെറിയ മിനിമം റിക്വയർമെൻറ്റ്സ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. ബ്രൂട്ടൽ ടീമിലെ മെമ്പേഴ്സ് റെഡ് റോക്ക്, ഫ്ലെയിം, വൂൾഫ് ആൻഡ് റൈസനോട് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അതോടൊപ്പം എക്സ്കാലിബർ, AGM ടീമിന് വേണ്ടി എക്സ്കാലിബർ, ടൈറ്റൻ, സിഗ്സാഗ് ആൻഡ് നറൂട്ടോ അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. നമ്മുടെ പുതിയ മെമ്പേഴ്സൊക്കെയാണ് ഇത്. എനിക്ക് പുതിയതാണ്. അപ്പം F2Pയിലെ സയാസ് ആക്ടിവേറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ. ആക്ടിവേറ്റ്, ഹസീൻ ആൻഡ് ഡബിൾ കിങ് അവിടെ ഉണ്ട്. അതേമാതിരി B4M ടീമും നമുക്ക് പുതിയതാണ്. അവിടെ എംപറർ, എസീക്, അജ്മൽ, റിയാസ്, സോൾട്ടി. അപ്പോൾ നമ്മുടെ മാച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മനോഹരമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ഡ്രോൺ അപ്ഡേറ്റ് ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഈ ഒരു
ലോഗിങ് സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ചേഞ്ച് എയിമിംഗ് സ്കോപ്പ് ഇൻ സെറ്റിങ്സ് എന്നൊക്കെ പറയുന്നുണ്ട് ടിപ്പായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടിപ്പായിട്ടിരിക്കട്ടെ ഇത്, ചേഞ്ച് എയിമിംഗ് സെൻസിറ്റിവിറ്റി ഫോർ സ്കോപ്പ് ഇൻ സെറ്റിങ്സ്. അത് നിങ്ങളൊക്കെ എന്നും കാണുന്നതായിരിക്കും, എങ്കിലും ഇരിക്കട്ടെ ഒരെണ്ണം നമ്മുടെ വക, നമ്മളൊരു ടിപ്പ് തന്നില്ലെന്ന് വേണ്ട. എവിടെ മാച്ചിലോട്ട് എത്തുന്നില്ലല്ലോ. ഇപ്പോൾ മെർമാൻ എത്തിയിട്ടുണ്ട്. വാർഗോഡിന് സപ്പോർട്ടുമായിട്ട് #, വാർഗോഡ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മെർമാൻ. വാർഗോഡ് സപ്പോർട്ടുമായിട്ട് മെർമാൻ എത്തിയിട്ടുണ്ട്. അപ്പം DC എന്തിയെ പോരാള് മെർമാനെതിരെ തിരിച്ച് ആയുധങ്ങൾ കൊണ്ട് പോരാട്. DC ആസ്ട്രൽ വൈപ്പർ എന്തിയെ നിങ്ങളുടെ സപ്പോർട്ട്? DCക്ക് വേണ്ടി കൊടുക്കാൻ 2 #. അപ്പോൾ ഇതെന്താ നമ്മൾ കയറാത്ത? മാച്ചിൽ ഇതുവരെ കയറിയിട്ടില്ല. ഇതുവരെ ഞാൻ റൂമിൽ കയറിയിട്ടില്ല. എന്തോ വൈസ് റൂം സ്റ്റാർട്ടായോ? എന്താണ് സംഭവം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പം ഞാൻ ഇറങ്ങിപ്പോയാലും പ്രശ്നമാണ്, ഇതാണേലും പ്രശ്നമാണ്. എന്താണ് സംഭവം? ഞാൻ ഇതുവരെ റൂമിൽ കയറിയിട്ടില്ല, റൂം തുറന്നു വരുന്നില്ല. എന്താണ് PUBG ഇത്? സീനാണല്ലോ മൊത്തത്തിൽ. എന്താ കയറാത്തേ? റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമോ? എന്തായാലും നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വരാം, നോക്കട്ടെ എന്തെങ്കിലും സംഭവിക്കുന്നു. ബാക്കി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കുറേ നേരം വെയിറ്റ് ചെയ്തു. ആദ്യം തന്നെ അനുഭവങ്ങൾ പച്ചാളികളാണല്ലോ. റീസ്റ്റാർട്ട് ചെയ്താൽ എന്താ സീനൊന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എത്താൻ ശ്രമിച്ചുകൊണ്ടിരിപ്പുണ്ട്. ആദ്യം തന്നെ സീനാണല്ലോ. അപ്പോൾ കയറി വരുന്നുണ്ട്, എന്താകും സ്ഥിതി എന്നറിയത്തില്ല. എൻ്റർ മാച്ച് അഗെയിൻ, ഭാഗ്യം. അപ്പോൾ നമുക്ക് കാണിച്ചിട്ടുണ്ട് എൻ്റർ മാച്ച് അഗെയിൻ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ച് കയറി ചെല്ലുന്നുണ്ട്. അത് ഇപ്പം നോക്കാം. നമ്മുടെ ഫ്ലൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയത്തില്ല, മെമ്പേഴ്സൊക്കെ എങ്ങോട്ട് ചാടിയെന്ന് അറിയത്തില്ല. ആദ്യത്തെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇൻസൈൻ അവിടെ എത്തിയിട്ടുണ്ട്. വാർഗോഡിന് സപ്പോർട്ടുമായിട്ട് ഇൻസൈനെ വെയിറ്റ് ചെയ്യുന്നു നമ്മൾ. ഇൻസൈൻ വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ്, നമ്മൾ അകത്ത് കയറിയിരിക്കുന്നുണ്ട്. 20 MS ഒക്കെ ആദ്യമായിട്ട്, എൻ്റെ ദൈവമേ പൊളി. അപ്പോൾ ഇതാണ് നമ്മുടെ ടീംസൊക്കെ കാണാൻ സാധിക്കുന്നത്. PXന് വേണ്ടി 2 മെമ്പേഴ്സ്, ബാക്കി മെമ്പേഴ്സ് എല്ലാം അവിടെ ഓടി ഇറക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കട്ടെ, ജസ്റ്റ് ഫോർ സേഫ്റ്റി. ഓക്കെ, നമ്മുടെ ഹോക്സിലെ വില്ലനൊക്കെ ഓടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും 56 MS ഒക്കെ കാണിക്കുന്നുള്ളൂ എങ്കിലും നമുക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ BIA ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ BIA റിച്ചി സൈറസിലെ മെമ്പേഴ്സിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. റിച്ചി അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. റിച്ചി സൈറസ് 006നെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ZRM റീപ്പ് അവിടെ കാസനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ZRM റീപ്പ് അവിടെ കാസയുടെ കിൽ ഇൻസ്റ്റൻ്റായിട്ട് കാണുന്നത്. ZRM 0 അവിടെ കയറി വരുന്നുണ്ട്. 0നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാസയുടെ തൊട്ടടുത്ത് തന്നെ. അതേമാതിരി BIയിലെ റെഡ്മാൻ ഒക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ചെറിയ ഫയറൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നോക്കാം. ഇവിടെ പെട്ടെന്ന് തന്നെ ചെല്ലാം നമുക്ക് BIയുടെ അടുത്തേക്ക്. BIയുടെ
റെഡ്മാൻ ഇപ്പുറത്തെ ഒരു ഫൈറ്റ് നടക്കുന്നത് C46 ബ്ലൈൻഡ് ലൈവേഴ്സ് അവിടെ അബ്സോർവർ PX ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ PX മെമ്പർ അവിടെ ഡൗൺ ഉണ്ട്. C46 006 അവിടെ റിവൈവ് ആയിട്ടുണ്ട്. അപ്പോൾ BA vs ZRM ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. PX ഡോക്ടർ അവിടെ ബ്ലൈൻഡ് യൂവേഴ്സിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. DC ഷാൻ അവിടെ ബ്ലൈൻഡ് യൂവേഴ്സിനെ കിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തായാലും ZRM 0 ഒക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ റിച്ച് തൊട്ടടുത്ത് തന്നെ വെയിറ്റ് ചെയ്തിരിപ്പോൾ അബ്സോർവർ PX അവിടെ ഡൗൺ ആയിട്ടുണ്ട്. എന്തായാലും ബ്ലൈൻഡ് ആസ്ട്രിക്സ് അവിടെ PX ഡോക്ടറിനെ കൂടെ കൺഫേം ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ZRM 0 അവിടെ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 0 നോക്കാം. 0യുടെ അടുത്ത് നിന്ന് നമ്മുടെ റിച്ചി ഫയർ എടുത്തുകൊണ്ടിരിക്കുന്നത് 0 പൊസിഷൻ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റിച്ചിക്ക് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. ഇബ്ലീസ് റെഡക്സ് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെഡക്സിലെ മെമ്പേഴ്സ് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. എന്തായാലും റെഡക്സിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട് റെഡക്സ്. അപ്പം നമ്മുടെ ഇബ്ലീസ് എവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുത്തതെന്ന് അറിയത്തില്ല. ZRM 0യ്ക്ക് അവിടെ ഡാമേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നോക്കട്ടെ ഇബ്ലീസ് എന്ത് ചെയ്യും. ഇബ്ലീസ് ദൂരേന്ന് ഫയർ കൊടുത്തതായിരുന്നു. പക്ഷേ ZRMലെ 2 മെമ്പേഴ്സിന് ഇബ്ലീസിന് കിട്ടും ഈ സമയം ഇവിടെ നോക്കുമായിരുന്നെങ്കിൽ. അപ്പോൾ എന്തായാലും കിട്ടിയിട്ടില്ല. ബാക്കി മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പോകാൻ നമ്മുടെ DC അടുത്ത് ഫൈറ്റ് നടക്കുന്നുണ്ട്. പോച്ചിങ് ഏരിയയിൽ ഒരു ഫൈറ്റ് നടപ്പുണ്ട്. DC മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് DC കില്ലേഴ്സൊക്കെ അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. ടീം നമ്പർ 21 ആണ് അവിടെ അടുത്തിരിക്കുന്നത്. 21 എന്ന് വെച്ചാൽ ബ്ലൈൻഡാണ്. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. DC ഷീൻ അവരുടെ തൊട്ടടുത്ത് കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി മെമ്പേഴ്സിൻ്റെ എതിരെ ഫൈറ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് നോക്കുവാണെങ്കിൽ ബ്ലൈൻഡ് ഷീൻ അവിടെ കയറി റഷ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർഗോ ബ്ലൈൻഡിലെ വില്യംസ് അവിടെ ഇപ്പോഴും ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ് ആസ്ട്രിക്സ് അവിടെ തൊട്ടടുത്തുണ്ട്. ആസ്ട്രിക്സിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നു. തൊട്ടപ്പുറത്ത് ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ സ്മോക്കൊക്കെ ഇട്ട് കയറി ചെല്ലാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. കാണാം സ്മോക്കൊക്കെ കാണുന്നുണ്ട്. നമുക്ക് DC കരൺ ഇപ്പുറത്തൂടെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലൈൻഡിലെ ബ്ലൈൻഡ് സീനിയർ ആസ്ട്രിക്സ് ആൻഡ് വില്യംസ് ആണ് അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് DC ഷീനെ കാണാൻ സാധിക്കാൻ. ബ്ലൈൻഡ് വില്യംസ് അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. ഷീൻ്റെ അടുത്തേക്ക് ഷീൻ ഇപ്പോഴും ഒരു പൊസിഷൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുള്ളൂ. ബ്ലൈൻഡ് സീനിയർ XP അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. വാർഗോഡിന് സപ്പോർട്ടുമായിട്ട് യെസാക്ക് അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും യെസാക്ക് DC ആഷിക്കൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ആഷിക്കൊക്കെ എപ്പോൾ ആണെങ്കിലും DC വില്യംസിന് നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട്. ബ്ലൈൻഡ് വില്യംസ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. DC കില്ലേഴ്സ് ദൂരെ എന്നുള്ള നല്ല മനോഹരമായ സീനിയർ XPക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. DC ഷീൻ ഇപ്പോഴും അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. DC കാരനാണ് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നത്. കില്ലേഴ്സ് ആൻഡ് ആസ്ട്രിക്സ് ഒപ്പി തമ്മിലുള്ള ഫൈറ്റ് എപ്പോൾ വേണമെങ്കിലും നടക്കാം. ആസ്ട്രിക്സിനാണെങ്കിൽ ഇതൊന്നുമില്ല. കില്ലേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും കരൺ അവിടെ നല്ല അടിപൊളി സ്പോട്ടിങ് ആയിരുന്നു. കാരണം അവിടെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ DC ടീം ആദ്യം തന്നെ 4 കില്ലോടുകൂടി അവിടെ അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. KWSലെ മെമ്പേഴ്സ് അവിടെ വെയിറ്റ് ഉണ്ട്. വാർഗോഡിലെ മെമ്പേഴ്സ് അവിടെ വാർഗോഡ് ഫിനിഷ് ആയോ ഓൾറെഡി? ഒരു മിനിറ്റ് ഓവറോൾഡ് എടുത്ത് നോക്കട്ടെ. വാർഗോഡ് മെമ്പേഴ്സ് ഇല്ല. വാർഗോഡ് ഇപ്രാവശ്യം എവിടെ? വാർഗോഡ് ഇപ്രാവശ്യം റൊട്ടേഷൻ നമ്മുടെ വാർഗോഡ് ലൊക്കേഷൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വാർഗോഡിലെ മെമ്പേഴ്സിനെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാർഗോഡിലെ മെമ്പേഴ്സ് അവർ റൊട്ടേഷൻ മാറ്റിയിട്ടുണ്ട്. ജോർജ് പൂൾ സിറ്റി ഏരിയയിലാണ്. അപ്പം വെള്ളത്തിനപ്പുറമുള്ള സിറ്റി ഏരിയയിലാണ് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. വാർഗോഡിലെ മെമ്പേഴ്സ് ഈ പ്രാവശ്യം ഇറങ്ങിയേക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ഡ്രോപ്പ് ലൊക്കേഷനാണ് ഈ പ്രാവശ്യം അവർ സ്വീകരിച്ചേക്കുന്നത്. അപ്പോൾ ബ്ലൈൻഡ് ടീമിൽ നിന്ന് ഹായ് ലെവൻഡർ സ്പോർട്സ്, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ വാർഗോഡിനെ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മുടെ വാർഗോഡ് 7 അവിടെ ബ്രെയിൻ്റെ അടുത്ത് വേറെ ടീം എടുത്തിട്ടുണ്ട്. ബ്രെയിൻ ആൻഡ് AGM ടീം തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ബ്രെയിൻ റഫീഖൊക്കെ അവിടെ കൂടി നടക്കുന്നുണ്ട്. ടൈറ്റൻ AGM സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ടൈറ്റനെ നോക്കാൻ ടൈറ്റൻ ഒക്കെ ദൂരെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ബ്ലൈൻഡിനെതിരെ ബ്രെയിനിലെ മെമ്പേഴ്സിനെതിരെ പുഷ് ചെയ്യാൻ നടത്തിക്കൊണ്ട് ബ്രെയിൻ റോ ഒക്കെ ആണെന്ന് തോന്നുന്നു. അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിപ്പുണ്ട്. AGMലെ 2 മെമ്പേഴ്സിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും AGMലെ ബാക്കി 2 മെമ്പേഴ്സ് ഉണ്ട്. ബ്രെയിൻ റോഗിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. റോഗിനെതിരെ ഫൈറ്റ് എടുക്കുമെന്ന് തോന്നുന്നു. തൊട്ടടുത്ത് അറിയില്ല. എന്തായാലും സിഗ്സാഗ് AGMനെ ഇവിടെ റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. എന്തായാലും തൊട്ടടുത്ത് എക്സ്കാലിബർ പോകുന്നുണ്ട്. എക്സ്കാലിബർ 1 ഓൾമോസ്റ്റ് ഡൗൺ ആണ്. ബ്രെയിൻ റഫീക്ക് എക്സ്കാലിബറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഹീൽ ചെയ്യാനൊന്നും സമയമില്ല. ആശാൻ്റെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. എക്സ്കാലിബറിൻ്റെ വളരെ ആവശ്യമില്ലാത്തൊരു മുന്നേറ്റമായിരുന്നു അത്. എന്തായാലും ലെവൻഡർ സ്പോർട്സ് എത്തിയിട്ടുണ്ട്. മെർമൻ അറ്റ് ലെവൻഡർ സ്പോർട്സ്. കേരള എന്ന് പറയുന്നുണ്ട്. കേരള എവിടെയെന്ന് നോക്കാം നമുക്ക്. കേരള ടീമിലെ മെമ്പേഴ്സ് ഈ പ്രാവശ്യം റൊട്ടേഷൻ മാറ്റിയിട്ടുണ്ട്. ഗാഡ്ക റീജിയനിലാണ് അവരുടെ ഫൈറ്റ് നടക്കുന്നത്. ഗാഡ്ക റീജിയനിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അവരുടെ ലൂട്ടിംഗ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ബ്രെയിൻ ആൻഡ് ഇവരുടെ ഫൈറ്റ് ഇപ്പോൾ നോക്കാം. നറൂട്ടോ AGM മാത്രമേ ഇനിയും ബാലൻസ് ഉള്ളൂ. നറൂട്ടോ അവിടെ വണ്ടി എടുത്തൊക്കെ പോകുന്നുണ്ട്. നറൂട്ടോ ആൻഡ് ടൈറ്റൻ മാത്രമേ ഉള്ളൂ. എക്സ്കാലിബറൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ട്രൂ ജോക്കർ അവിടെ ZRM ക്യാപ്റ്റനെ ഡൗൺ ചെയ്യുന്നു. അപ്പം യെസ്നെപ്പോവയിൽ നല്ലൊരു ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യെസ്നെപ്പോവയിലെ ഫൈറ്റിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. എവിടെ അവിടെ വീണ്ടും നമുക്ക് പണി വന്നുകൊണ്ടിരിക്കുന്ന PUBG മൊബൈൽ. നമുക്ക് തിരിച്ചു വരാം PUBG മൊബൈലിലേക്ക്. PUBG മൊബൈലിൽ ഇങ്ങനെ ഓരോ പണി തന്നിട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും തിരിച്ചു കയറാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ PUBG. രക്ഷയില്ല. ഇതിപ്പോൾ ഇന്ന് നടത്തിയ മിക്കവാറുള്ള റൂമിലെല്ലാം പറ്റിയതാണ് ഇത്.
ഇതിൻ്റെ അല്ല, നമ്മുടെ വില്ലേജ് സ്പോർട്സിനാണെങ്കിലും നമ്മുടെ ബാക്കി ഡെവിൽ വൈറ്റിക്കാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ജഡായു ഉയിര് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ലെവൻഡർ സ്പോർട്സ്. ജഡായിക്ക് സപ്പോർട്ടുമായിട്ട് എത്തിയിട്ടുണ്ട് ലെവൻഡർ സ്പോർട്സ്. ബാക്കി മെമ്പേഴ്സ് 9 മെമ്പേഴ്സ് വാച്ചിങ് ഉണ്ട്. മർമാൻ മുത്ത എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ലെവൻഡർ സ്പോർട്സിന് നല്ലൊരു സപ്പോർട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും തിരിച്ചു കയറി വരാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. വീണ്ടും എൻ്റർ ദ മാച്ച് അഗെയിൻ നമ്മൾ അടിച്ചിട്ടുണ്ട്. B4M സ്പെക്ക് ചെയ്യാൻ ജസ്റ്റ് പറയുന്നുണ്ട്. ജസ്റ്റ് തീർച്ചയായിട്ടും നമ്മളകത്ത് കയറി ഓടാനും B4M സ്പെക്ക് ചെയ്യുന്നതായിരിക്കും. തേടി പിടിച്ച് സ്പെക്ക് ചെയ്യുന്നതായിരിക്കും B4M. അപ്പോൾ ഫൈറ്റുകളെല്ലാം ഫിനിഷ് ആവാതിരിക്കട്ടെ, B4M ഫിനിഷ് ആവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ലെവൻഡർ M249 എന്നൊക്കെ പറയുന്നുണ്ട് മെർമാൻ. ഒരു രക്ഷയില്ല. അപ്പോൾ കേരള ലിക്വിഡ് അവിടെ DKC നീഞ്ച് നല്ല അടിപൊളിയായിട്ട് തെറിയോട് കൂടിയാണ് നമ്മൾ കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ എവിടെ BKC ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് ആൻഡ് കേരള ടീം ആണെന്ന് തോന്നുന്നു അവിടെ പരസ്പരം ഫൈറ്റ് എടുത്തുകൊണ്ടിരുന്നത്. എന്തായാലും ബ്രൂട്ടൽ ടീം അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്രൂട്ടലിലെ മെമ്പേഴ്സ് ബ്രൂട്ടൽ വൂൾഫൊക്കെ അവിടെ ദൂരെ നിന്ന് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അവിടെ ഗ്ലിച്ചുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ടടുത്ത് ബ്രൂട്ടൽ ഫ്ലെയിമിനെയൊക്കെ കാണാൻ സാധിക്കുന്നു. വാർഗോഡ് ടീം അവിടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വാർഗോഡിൻ്റെ ഫൈറ്റ് അവിടെ ജഡ്ജറൊക്കെ അവിടെ ടീം നമ്പർ 10 ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. വാർഗോഡിലെ മെമ്പേഴ്സ് ഓരോന്ന് 2 പേരുണ്ട്. കിൽറാറ്റ് അവിടെ ഡൗൺ ആണ്. ഡൗൺ ആണ്. B4M ഫൈറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. B4M വാർഗോഡ് ഗോഡ് ലൈക്ക് അവിടെ കയറി ചെല്ലുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ വാർഗോഡിൽ കിൽറാറ്റൊക്കെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. സെഡ നമ്മുടെ B4M ഒരു പ്ലെയർ തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. ആരാന്നറിയത്തില്ല. എന്തായാലും B4M റിയാസ് അവിടെ ഡൗൺ ആയിരുന്നു. തൊട്ടടുത്തുനിന്ന് എസിമ അജ്മൽ അവിടെ കയറി വാർഗോഡ് ഗോഡ് ലൈക്ക് അവിടെ കയറി ചെല്ലുന്നുണ്ട്. അജ്മലിന് നല്ല ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെ എംപർ കയറി ചെല്ലുന്നുണ്ട്. വാർഗോഡ് ഗോഡ് ലൈക്ക് അവിടെ റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ഗോഡ് ലൈൻ അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എന്തായാലും ജഡ്ജറിനെ ആണെന്ന് തോന്നുന്നു എന്തായാലും റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെമ്പേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. 2 മെമ്പേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 2 പേരും അവിടെ ഫയർ കൊടുക്കണം എന്നുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗോഡ് ലൈക്ക് അവിടെ മേളിലോട്ട് ഓടിയിട്ടുണ്ട്. അപ്പം ബാക്കി എന്താ സീൻ എന്ന് നോക്കാം. കിൽറാറ്റിനെ അവിടെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ബാക്കി മെമ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ ബാക്കി സാംസൺ അവിടെ റിവൈവ് ആയിട്ടുണ്ട്. സാംസൺ ആൻഡ് ഗോഡ് ലൈക്ക് അവിടെ റിവൈവ് ആയിട്ടുണ്ട്. ജഡ്ജറൂടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം റിയാസ് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. റിയാസ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. എംബറിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ സാംസൺ അവിടെ എംബറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതായത് വാർഗോഡിലെ ഒരു മെമ്പേഴ്സിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബാക്കി മെമ്പേഴ്സിനെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന മെമ്പേഴ്സിനെ എല്ലാം B4M അവിടെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട് വാർഗോഡ്. അപ്പോൾ വാർഗോഡ് കേരളയിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കേരള ടീം ആൻഡ് ഗ്രൗണ്ട് സീറോയുടെ തമ്മിലുള്ള ഫൈറ്റ് ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് കേരള മെൽവിൻ, കേരള സോണിക്, കേരള പപ്പു വൈറ്റി എല്ലാമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ തമ്മിലുള്ള ഫൈറ്റാണ് ഇപ്പോൾ പ്രസൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ട് സീറോയുമായിട്ടുള്ള ഫൈറ്റാണ് കേരള ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള മെൽവിൻ ആൻഡ് കേരള പപ്പു വൈറ്റിനെ മാത്രം നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. 3 മെമ്പേഴ്സ് ഉണ്ട്. എന്തായാലും ഒരു മെമ്പർ കൂടെ ഉണ്ട്. നമ്മുടെ സ്കോണിക്ക് കൂടെ ഉണ്ട്. ബാക്കി ലിക്വിഡിനെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗ്രൗണ്ട് സീറോയിലെ 2 മെമ്പേഴ്സിനെ നമുക്ക് കാണാം. ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് ഗ്രൗണ്ട് സീറോ കില്ലു ആൻഡ് റേഞ്ചീസ് മാത്രമേ ഉള്ളൂ. അല്ല, മാഡ് മാക്സും ഹോഗ് റൈഡറും തൊട്ടടുത്ത് തന്നെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കേരള സോണിക്ക് അവിടെ നിന്ന് നല്ലതെന്ന് ഫയർ കൊടുക്കുന്നുണ്ട്. കില്ലുവയ്ക്ക് നല്ല ഡാമേജാണ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും കില്ലുവയ്ക്ക് കുഴപ്പമൊന്നുമില്ല. തൊട്ടപ്പുറത്ത് നോക്കുകയാണെങ്കിൽ മാഡ് മാക്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ജസ്റ്റ് ഒന്ന് പാൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്കോട്ടോപ്പിയൊക്കെ ഓടി നടക്കുന്നുണ്ട്. പപ്പു വൈറ്റ് ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുന്നുള്ളൂ. റേഞ്ച് ആൻഡ് കില്ലുവയ്ക്ക് അടുത്ത് മെൽവിൻ ഇപ്പോഴും തൊട്ടടുത്ത് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. കില്ലുവയ്ക്ക് അടുത്ത് മൂവ്മെൻ്റ് ഒന്നും എടുക്കാത്ത കില്ലു അവിടെ ചെറിയ മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നു. ബാക്കി കേരള ടീമിന് വേണ്ടി ഇവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി എവിടെയെങ്കിലും ഫൈറ്റ് നടക്കുന്നുണ്ടൊക്കെ F2P ഇവരുടെ ഫൈറ്റ് ബ്രൂട്ടൽ ആൻഡ് F2P തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ബ്രൂട്ടലിലെ മെമ്പേഴ്സ് അവിടെ ഓരോന്നായിട്ട് ഡൗൺ ആവുന്നുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ബ്രൂട്ടൽ ഫ്ലെയിം അവിടെ G2Bക്ക് അടുത്ത് വെയിറ്റ് ചെയ്തിരിപ്പം തൊട്ടടുത്ത് കുറേ നെയ്ഡുകളൊക്കെ വന്നോട് മനോഹരമായ ഒരു നെയ്ഡ് സീനൊക്കെ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. വളരെ ആക്ടിവേറ്റിന് നല്ല ഡാമേജ് കിട്ടുന്നുണ്ട്. ആക്ടിവേറ്റ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അതേമാതിരി F2Pയിലെ 2 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ബ്രൂട്ടൽ ഫ്ലെയിം അവിടെ കയറി വരുന്നുണ്ട്. ഫ്ലെയിമിന് നല്ല ഡാമേജ്. ഡബിൾ കിങ്ങിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. സിയാസ് മാത്രമേ ഉള്ളൂ. സിയാസിൻ്റെ അടുത്തേക്ക് റഷ് ചെയ്യണം. 3 മെമ്പേഴ്സ് ഡൗൺ ആയെന്ന് എന്താ പറയുക. സിയാസിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ബ്രൂട്ടൽ തൊട്ടടുത്തൊരു നെയ്ഡ് സ്മോക്കൊക്കെ ഇട്ടുന്നുണ്ടായിരുന്നു. എന്തായാലും സിയാസ് മാത്രം ശേഷിക്കുക. അപ്പോൾ ബ്രൂട്ടൽ ടീം അവിടെ ബാക്കി റിവെഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ബ്രൂട്ടൽ ഫ്ലെയിമിനെ അവിടെ റിവൈവ് ചെയ്യാം. കേരള എത്ര കിൽ അടിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് ബ്രോ. കേരള ടീമിൻ്റെ കില്ലൊക്കെ നമുക്ക് കാണാം. 1 സെക്കൻഡ്.
സ്ലോട്ട് നമ്പർ 17 കേരള ആകെ ഒരു കില്ലേ ഇതുവരെ എടുത്തിട്ടുള്ളൂ. ബാക്കി ഈ ഫൈറ്റ് ഇതുവരെ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കി കേരള ആൻഡ് ഗ്രൗണ്ട് സീറോയിലേക്ക് വീണ്ടും പോകാം. കേരള ആൻഡ് ഗ്രൗണ്ട് സീറോയുടെ ഫൈറ്റ് ഇപ്പോഴും നടക്കുന്നേ ഉള്ളൂ. കേരള ആകെ ഒരു കില്ല് എടുത്തിട്ടുള്ളൂ. അവർ ഓടി നടക്കുന്നേ ഉള്ളൂ. നമ്മുടെ കില്ലോ ഗ്രൗണ്ട് സീറോ ഫൈറ്റ് എടുക്കുന്നത് കേരള മെൽവിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. കില്ലോ എന്തായാലും അതുമാതിരി ഹോഗ് റൈഡർ അവിടെ കയറി ചെന്ന് മാഡ് മാക്സ് GC അവിടെ ഡൗൺ ആണ്. സോണിക്ക് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പപ്പു വൈറ്റ് ദൂരെ നല്ലൊരു ഫ്ലാങ്ക് എടുത്തിട്ടുണ്ട്. നല്ല ദൂരത്തിലൊരു ഫ്ലാങ്ക് എടുത്തിട്ടുണ്ട്. കേരള സോണിക്ക് ഇപ്പോഴും ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോണിക്ക് അവിടെ ഫയർ കൊടുക്കുന്നേ ഉള്ളൂ. കില്ലോയ്ക്കെതിരെ സോണിക്ക് ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. പപ്പു വൈറ്റ് ദൂരെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്ത് വെച്ചേക്കാണ്. കില്ലോ റെയിൻ GCനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. കില്ലോ എന്തായാലും വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ സോണിക്കിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. സോണിക്കിൻ്റെ അടുത്ത് ആദ്യം എടുത്ത് ഫയർ എടുക്കുന്നു. സോണിക്കിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും കില്ലോ അവിടെ യൂസ് വെച്ച് നല്ലൊരു സ്പ്രേ. പപ്പു വൈറ്റ് മാത്രം ബാലൻസ് ചെയ്യുക. പപ്പു വൈറ്റ് അവിടെ ഒരു ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ഒരു പൊസിഷൻ. കേരള സോണിക്ക് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. തൊട്ടടുത്ത് സ്മോക്കൊക്കെ ഇട്ട് കയറി ചെല്ലാൻ ശ്രമിക്കുന്നുണ്ട് കേരള പപ്പു. സൈറസിനെ നോക്കുക എന്ന് പറയുന്നുണ്ട്. സൈറസിനെ കാണിക്കാൻ ബ്രോ. അപ്പോൾ സൈറസിനെ എല്ലാം തോന്നുന്നു ഇപ്പോൾ ആരോ ഡൗൺ ചെയ്തത്. യസ്നപ്പോവയിലല്ലായിരുന്നോ സൈറസ്? അവരാദ്യം തന്നെ ഡൗൺ ആയിരുന്നു എന്ന് തോന്നുന്നു. 1x മെമ്പേഴ്സിനെ കാണുന്നുണ്ട്. നമുക്ക് PV മെമ്പേഴ്സിനെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഓവറോൾ നോക്കാം. സൈറസിൻ്റെ സ്ലോട്ട് നമ്പർ ഒന്ന് പറയാമോ? സൈറസ് ഓൾറെഡി ഫിനിഷായി ബ്രോ. അപ്പം ZRM 0 അവിടെ ഫിനിഷ് ആവുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും ZRM 0 അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ബാക്കി ZRMലെ പ്ലേയേഴ്സ് ഒരാളും കൂടെ ഉണ്ട്. ZRM മോഹു അവിടെ ഉണ്ട് തോന്നുന്നു. അല്ല, ZRM ക്യാപ്റ്റൻ ആൻഡ് റീപ്പ് അവിടെ ഉണ്ട്. ബാക്കി 1x പ്ലേയേഴ്സിൻ്റെ ഫൈറ്റ് ആയിരുന്നു കണ്ടത്. 1x ടോംബ് അവിടെ ഫൈറ്റ് ഇടുന്നത്. എന്തായാലും നമ്മുടെ C46 സൈറസ് നോക്ക്. സൈറസ് ഫിനിഷായി ബ്രോ. അപ്പോൾ എന്തായാലും ഹലോ ബ്രോ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഷോബിത് KSD എത്തിയിട്ടുണ്ട് സപ്പോർട്ടിനായിട്ട്. ഹലോ ഷോബിത്, വെൽക്കം ടു ദ സ്ട്രീം. ഇപ്പോൾ നമ്മുടെ മോക്സാണ്, സ്വന്തം മോക്സിനെ നമുക്ക് സ്വാഗതം ചെയ്യാം ഇവിടത്തേക്ക്. അപ്പം ഇവരുടെ ഫൈറ്റ് ഇവിടെ അപ്പോൾ ഹോൾഡിലായിട്ടുണ്ട്. അപ്പോൾ ക്രേസി ടീം നല്ലൊരു ലൂട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഹോക്സ് ടീം അവിടെ റെഡ് സോണിൽ നിൽപ്പുണ്ട്. ബ്രൂട്ടൽ ടീം അവിടെ സോണിക്കാറുണ്ട്. ZRM ടീമിനും റെഡക്സ് ടീമിനും എല്ലാം സോണിക്കാറുണ്ടായിട്ടുണ്ട്. അപ്പോൾ ZRM ടീം അവിടെ ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ DKC ടീം അവിടെ സോണിക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത് ZRM റീപ്പിന് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. സൈക്ലോപ്സിന് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു നീഡായിരുന്നു റീപ്പിൻ്റെ. എന്തായാലും നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. ZRM ക്യാപ്റ്റനൊക്കെ അവിടെ ഹീൽ ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. സൈക്ലോപ്സ് അവിടെ ഹീലായിട്ടുണ്ട്. ടോംബ് അവിടെ കയറിച്ചിട്ടുണ്ട്. സൈക്ലോപ്സ് ആൻഡ് റീപ്പിൻ്റെ ഫൈറ്റ് അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. ZRMത്തിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്പോട്ട് ചെയ്ത് കയറി ചെല്ലാൻ ചാൻസ് ഉണ്ട്. റീപ്പ് അകത്തേക്ക് പോയിട്ടുണ്ട്. എന്തായാലും അകത്തേക്ക് വിഡ്രോ ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് കയറിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ടോംബൊക്കെ അവിടെ കയറി ചെന്നിട്ടുണ്ട്. റീപ്പിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. റീപ്പിന് നല്ല ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടിപ്പുറത്തൂടെ റീപ്പിന് ഡാമേജ് കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തൂടെ കയറി ചെന്നിട്ട് ZRM റീപ്പ് അവിടെ ഒരു മെമ്പറിനെ ഡൗൺ ചെയ്ത് റീപ്പിനെ ബാക്കിൽ കൂടെ വന്ന് ഡൗൺ ചെയ്തിട്ടുണ്ട്. മനോഹരമായ സ്പോട്ടിങ്. അവിടെ ക്യാപ്റ്റനുണ്ട് ബാലൻസ് ക്യാപ്റ്റനുണ്ട് മാത്രം ശേഷിക്കുക. ക്യാപ്റ്റൻ്റെ അടുത്തൂടെ സോൺ പോകുന്നുണ്ട്. അപ്പോൾ എഡ്ഗർ എല്ലാം സോണിക്ക് ZRM ക്യാപ്റ്റൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ZRM ക്യാപ്റ്റൻ ഒറ്റയ്ക്ക് പെയിൻ കില്ലറൊക്കെ എടുത്ത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ എഡ്ഗർ അവിടെ വേറെ വരുന്നുണ്ട്. 1x എഡ്ഗർ DC എവിടെയും ചോദിക്കുന്നുണ്ട്. DC മെമ്പേഴ്സ് അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. എന്തായാലും DC ഫാം ഏരിയയിലാണ് ബ്രോ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത് KWH സ്ലോട്ട് നമ്പർ 16 MRCയുടെ ഫൈറ്റ് വീണ്ടും നടക്കുന്നുണ്ട്. MRCയിലെ മെമ്പേഴ്സ് അവിടെ ദൂരെ നിന്ന് ഫയറൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ആർക്കെതിരെയാണെന്ന് അറിയത്തില്ല. മിസ്റ്റർ ബീനൊക്കെ KWH റെഡ് ഹുഡ് KWH ചാനൊക്കെ എതിരെയാണെന്ന് തോന്നുന്നു. അപ്പോൾ വണ്ടി പൊട്ടിച്ച് കൊല്ലാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. വണ്ടി അവിടെ നല്ല ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. KWH ടീമിൻ്റെ അടുത്തേക്ക് KWH ടീം അവിടെ ഒന്ന് മിലിറ്ററിയിൽ ഇറങ്ങിയിട്ടുണ്ട്. സ്ലെയർ OP ഓൺ ദ ചാറ്റ് എന്ന് പറയുന്നുണ്ട്. DC വൈപ്പർ DC ടീമിന് വേണ്ടി സപ്പോർട്ടുമായിട്ട് എത്തിയിട്ടുണ്ട്. KWH ക്രോണോസ് ഒക്കെ അവിടെ ദൂരെ നിന്ന് ഫയർ കൊടുക്കുന്നുണ്ട്. ക്രോണോസ് ഒക്കെ അവിടെ മിസ്റ്റർ ബീനൊക്കെ നല്ല ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചിരുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു സാൻഡ്വിച്ച് സിറ്റുവേഷൻ ആക്കിയിട്ടുണ്ട് MRC ടീമിനെ അവിടെ. DC മെമ്പേഴ്സ് അവിടെ നല്ലൊരു ഫയറിംഗ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്ന് നല്ല സപ്പോർട്ടാണ് കൊടുക്കുന്നത്. മിസ്റ്റർ ബീനാണെന്ന് തോന്നുന്നു അവിടെ ഡൗൺ അയക്കുന്നത്. എന്തായാലും KWH ചാൻ നോക്കാം. ചാൻ അവിടെ സുപ്രീം ടോമറിനൊക്കെ നല്ല ഡാമേജ് കൊടുക്കാൻ വണ്ടി പൊട്ടിക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. എന്തായാലും KWH ചാൻ നമ്മുടെ ടോമറിനൊക്കെ ഡൗൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ എവിടെയെങ്കിലും ഫൈറ്റ് നടക്കുന്നുണ്ടോ നോക്കാം. DC മെമ്പേഴ്സ് ടീം സ്ലോട്ട് നമ്പർ 18 മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് സോണിക്കാറുണ്ടായിട്ടുണ്ട്. അപ്പം 90 മെമ്പേഴ്സ് കേരള ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. LX ആൻഡ് ക്രേസിയുടെ ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്രേസി ക്രിപ്റ്റോ അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ക്രേസി ക്രിപ്റ്റോ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. LX സ്നൈപ്സ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. എന്തായി വാർഗോഡ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വാർഗോഡിലെ മുമ്പേഴ്സ് അവിടെ സോണിൽ കയറിക്കൊണ്ടിരിക്കുന്നുള്ളൂ. വാർഗോഡ് റെഡ് സോണിലൊക്കെ പെട്ടിരിക്കുകയാണ്. സാംസൺ ആൻഡ് ഗോഡിലേക്ക് മാത്രം ശേഷിക്കെ അവർ സോണിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതേമാതിരി ഗ്രൗണ്ട് സീറോയിലെ മുമ്പേഴ്സ് അവിടെ സോണിൽ കയറാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. DC ടീം അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് KWH ടീം അവിടെ സോണിൻ്റെ വെളിയിൽ നിന്ന് ഫൈറ്റ് കൊടുക്കുന്നത്. റെഡ് ഹുഡ് അപ്പുറത്തും ഫ്രണ്ടിലും ബാക്കിലും നിന്ന് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ MRC ടീമിന്. അപ്പം അപ്പുറത്തുനിന്ന് ചാനും റെഡ് ഹുഡും ഫയർ കൊടുക്കുമ്പോൾ ഇപ്പുറത്ത്
ഇപ്പുറത്തുനിന്ന് ചാനും ക്രോണോസും ഫയർ കൊടുക്കുന്നത്, അപ്പുറത്തുനിന്ന് റെഡ് ഹുഡ് അവിടെ നല്ലൊരു ഫൈറ്റിംഗാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഏത് ടീമിനെ സ്പെക്ട് ചെയ്യാം എന്ന് പോവാം. ഹോക്സ് എപ്പോഴും സോണിൽ കയറിയിട്ടില്ല, സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. നമ്മുടെ LMXലെ മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. LMXലെ മെമ്പേഴ്സിൻ്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. DKC ആറ്റമൊക്കെ തൊട്ടടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ DKC ആറ്റമിൻ്റെ അടുത്തേക്ക് ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. LMXൻ്റെ ഫയർ കാണിക്കുന്നുണ്ട്. LMXൻ്റെ ഫയർ കില്ലുവ GC ഒക്കെ അവിടെ ഒരു മെമ്പറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അവിടെ ഡെഡ് ഷോട്ട് ഹോഗ് റൈഡർ DKC ടീം ആൻഡ് ലക്ഷറി ടീമിൻ്റെ DKC ടീമിൻ്റെ ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. DKCയുടെ ഫൈറ്റ് നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് സീറോ ആയിട്ടുള്ള ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. DKC ആറ്റം അവിടെ ഡൗൺ ആണ്, ഡെഡ് ഷോട്ട് അവിടെ ആണ്, റേഞ്ച് GC അവിടെ DKCയിലെ ഓരോരോ മെമ്പറിനെയായിട്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. DKCയിലെ DKC അവിടെ ദൂരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ രക്ഷപ്പെട്ട് പോയിട്ടുണ്ട്. എന്തായാലും ബാക്കി ഹോഗ് റൈഡറൊക്കെ അവിടെ റിവൈവ് ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അവരൊക്കെ റിവൈവ് ആയിട്ടുണ്ട്. DKC ദൂരെ നല്ലൊരു ഫയറാണ് കൊടുത്തത്, വണ്ടിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. എന്തായാലും റേഞ്ച് GCയുടെ സ്മോക്ക് ഇട്ട് എന്തായാലും ഈ വണ്ടി സേഫ് ആക്കിയിട്ടുണ്ട്. ഗ്രൗണ്ട് സീറോയിലെ മെമ്പർ DKC അവിടെ കയറി വരുന്നുണ്ട്. അപ്പം 3 മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. തൊട്ടപ്പുറത്ത് സ്മോക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. സിറമിനെ സ്പോട്ട് ചെയ്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സിറത്തിനെതിരെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. റേഞ്ചസ് സിറത്തിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. FPP ഇൻസ്റ്റൻ്റായിട്ട് FPP സ്വിച്ച് ആയിട്ടുണ്ട്. റേഞ്ച് GC മനോഹരമായ പ്രകടനം നമ്മുടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും റേഞ്ച് GCനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട് സിറ. എന്തായാലും അപ്പം സിറത്തിനെ സ്പോട്ട് ചെയ്ത് ഹോഗ് റൈഡർ എന്തായാലും ഫിനിഷ് ആകുന്നതാണ്. അപ്പം ഹോഗ് റൈഡർ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് സീറോ മനോഹരമായ പ്രകടനമാണ്. 7 കില്ലോട് കൂടി അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. DC മെമ്പേഴ്സ് അവിടെ ഫയറൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ആർക്കെതിരെയാണെന്ന് അറിയത്തില്ല. ദൂരതയിലേക്ക് ഫയർ കൊടുക്കുന്നുണ്ട്. DC സ്ലെയർ OP ഓക്കെ ബൈ എന്ന് പറയുന്നുണ്ട്. സ്ലെയർ OP DC സ്പെക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ DCയിലെ മച്ചന്മാരെല്ലാം അവിടെ എപ്പോഴും സെറ്റായിട്ടുണ്ട്. LX മെമ്പേഴ്സ് അവിടെ KWHുമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. LX ഹൂളിഗൻ അവിടെ ഒരു മെമ്പറിനെ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. KWH മോട്ടലായിരുന്നു തോന്നുന്നു. KWH റെഡ് ഹുഡ് KWH മോട്ടൽ റെഡ് ഹുഡ് ആയിരുന്നു. അപ്പോൾ എന്തായാലും LXലെ ARL അവിടെ അതെങ്ങനെ നേടി ഇങ്ങനെയൊക്കെ പോയേ, അതൊന്നും മനസ്സിലായില്ലല്ലോ. എന്തൊരു സ്പെക്ടേഷൻ ഗ്ലിച്ചാണെന്ന് തോന്നുന്നു. അപ്പോൾ KWHലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് ഓരോരോ നേടുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് LX ARL. അപ്പോൾ തൊട്ടടുത്ത് KWHലെ മെമ്പർ റിവൈവ് ആയിട്ടുണ്ട്. KWH മോട്ടലൊക്കെ അകത്തേക്ക് കയറുന്നുണ്ട്. തൊട്ടിപ്പുറത്തെ മെമ്പേഴ്സ് എന്തുവായി അവരെല്ലാം ഫിനിഷ് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ LXലെ മെമ്പേഴ്സ് അവിടെ കയറി വന്നിട്ടുണ്ട്. LXലെ മെമ്പേഴ്സൊക്കെ റെഡ് ഹുഡിനൊക്കെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. LX ARLൊക്കെ അവിടെ കയറിയിട്ടുണ്ട്. റെഡ് ഹുഡിന് നല്ല ഡാമേജ്, KWH മോട്ടലിന് നല്ലൊരു ഹൈറ്റിൽ നിൽക്കുകയാണ്. നമ്മുടെ സ്നൈപ്സിന് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും KWH റെഡ് ഹുഡ് ഇൻസ്റ്റൻ്റായിട്ട് ഫിനിഷ് ആയിട്ട് KWH മോട്ടലിൻ്റെ അടുത്തേക്ക് ഹൂളിഗൻ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നത്, കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് നെയ്ഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സ്നൈപ്സിന് നല്ല ഡാമേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നെയ്ഡ് പൊട്ടി, പക്ഷേ ഡാമേജ് ഒന്നും ഉണ്ടായിട്ടില്ല. KWH മോട്ടലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഹൂളിഗൻ ഒരു നെയ്ഡ് എറിയുന്നുണ്ട്. അകത്ത് ചെയ്തിട്ടുണ്ട്. KWH മോസിന് ഹാഫ് ഹെൽത്തിൽ എന്തായാലും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു നെയ്ഡൂടെ എറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹൂളിഗൻ അടുത്തൊരു നേടൂടെ എടുത്ത് കുക്ക് ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് നല്ല അടിപൊളിയായിട്ട് സ്പോട്ട് ചെയ്തു. KWH മോട്ടലിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. KWH ടീം മനോഹരമായിട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ദൂരെ നിന്ന് KWH ടീമിൻ്റെ ബാക്കി മെമ്പേഴ്സ് പകരം വീട്ടാനായിട്ട് എത്തുന്നുണ്ട്. ദൂരെ നമുക്ക് കാണാം വണ്ടി വരുന്നത്. അപ്പം ഇപ്പുറത്തുനിന്ന് ക്രേസി ടീം അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ KWH ക്രോണോസ് ആൻഡ് ചാൻ അവിടെ ഓടി വരുന്നത് കാണാം LX ടീമിനെതിരെ ഫൈറ്റ് എടുക്കാൻ. അപ്പോൾ LX ടീമിലെ മെമ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ ഹൂളിഗൻ ആൻഡ് സ്നൈപ്സ് എപ്പോഴും വെയിറ്റ് ചെയ്യുന്നില്ല. LX ARL അവിടെ വെയിറ്റ് ചെയ്തിരുന്നത്. KWH ക്രോണോസൊക്കെ സോണിപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ക്രേസിയൊക്കെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. പിന്നെ എല്ലാം നമ്മൾ ഫുൾ പവർ അല്ലേ, ഫുൾ പവറൊക്കെ തന്നെ. DC ടീം ബാക്കി മെമ്പേഴ്സിനെല്ലാം സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. PB റെഡക്സ് അവിടെ ഫൈറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. PB റെഡക്സിൻ്റെ ഫൈറ്റ് നോക്കാം. വാർഗോഡ് ടീമിൻ്റെ അടുത്തേക്ക് കാണാം. ബ്രൂട്ടൽ ടീം ഉണ്ട് വാർഗോഡ് ടീമിനടുത്ത്. വാർഗോഡിലെ മെമ്പേഴ്സ് ആൻഡ് ബ്രൂട്ടൽ ടീം അടുത്തടുത്തായിട്ട് തന്നെ കാണുന്നുണ്ട്. ബ്രൂട്ടൽ ടീം അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. വാർഗോഡിലെ മെമ്പേഴ്സിന് സാംസണൊക്കെ ഹാഫ് ഹെൽത്തിലാണ്. ഗോഡ്ലൈക്കുമാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു. എന്തായാലും സോണിന് വെളിയിൽ പോയിട്ട് കയറാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. സോണിൻ്റെ എഡ്ജൊക്കെ പിടിച്ച് പോകുന്നുണ്ട്. അത് സോണിൽ കയറാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോൾ എന്തായാലും സോണിൽ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് മാപ്പ് നോക്ക്. ഇല്ല, മാപ്പിന് വെളിയിൽ പോയിട്ടാണ് വരുന്നത്. എന്താണിത് സംഭവം എന്തോന്ന് മനസ്സിലായില്ല. എന്തായാലും വാർഗോഡ് ടീം നല്ലൊരു റൊട്ടേഷൻ എടുത്ത് സോണിന് വെളിയിലേക്ക് കയറുന്നുണ്ട്. ഹോക്സ് അവിടെ നിന്ന് ഫയർ കൊടുക്കുന്നുണ്ട്. ആർക്കെതിരെയാണെന്ന് അറിയത്തില്ല. എന്തായാലും വാർഗോഡിലെ മെമ്പേഴ്സിൻ്റെ എന്തോ ലക്ഷ്യം എന്ന് മനസ്സിലായില്ല. എന്തോ ഹീലൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. DC അവിടെ ഫൈറ്റ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ക്രേസി അവിടെ KWH ചാനിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. DC മെമ്പേഴ്സ് അവിടെ എനിക്കൊന്ന് MRC പോക്കോനെയൊക്കെ ഡൗൺ ചെയ്തിട്ടുണ്ട്. DC ക്രേറ്റൻ അവിടെ മിസ്റ്റർ ടോമറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ DC ടീമിൻ്റെ ഫുൾ ഓൺ റഷാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ DC ടീം അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. KWH നമ്മുടെ MRC ടീമിൻ്റെ അടുത്തേക്ക് DCയിലെ 2 മെമ്പേഴ്സ് ഷീൻ ആൻഡ് കില്ലേഴ്സാണ് അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടിപ്പുറത്ത് ആഷിഖ് ആൻഡ് കറണ്ടുണ്ട്. MRCയിലെ മെമ്പേഴ്സ് അവിടെ ടോമർ റിവൈവ് ആകുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. തൊട്ടപ്പുറത്ത് നമുക്ക് റെഡക്സിലെ മെമ്പേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടീം നമ്പർ 16 അവിടെ നല്ലൊരു കോമ്പൗണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബ്രൂട്ടൽ ടീം അവിടെ 1x
ബ്രൂട്ടൽ ആൻഡ് 1x ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ബ്രൂട്ടൽ വൂൾഫിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം. അപ്പോൾ 1x ഫൈറ്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ബ്രൂട്ടൽ വൂൾഫിനൊക്കെ നോക്കുകയാണെങ്കിൽ 1x അവിടെ കാണുന്നുണ്ട്. ബ്രൂട്ടൽ ഫ്ലെയിം 1x സൈക്ലോപ്സ് അവിടെ ഡൗൺ ആണ്. ഫ്ലെയിം അവിടെ ഡൗൺ ആണ്. 1x ടോംബിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. 1x ടോം തൊട്ടടുത്ത് തന്നെ കാണുന്നു. നമുക്ക് തൊട്ടിപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ബാക്കി 1x സൈക്ലോപ്സ് അവിടെ ഡൗൺ ആണ്. എഡ്ഗർ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. 1x ടോംബ് അവിടെ ഇപ്പോഴും കിടക്കുന്നേ ഉള്ളൂ. എന്താണ് സീൻ? ബ്രൂട്ടൽ റൈസിനെ അവിടെ റിവൈവ് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇവനെ ഫ്ലെയിമിനെ ഞാൻ തോന്നുന്നു റിവൈവ് ചെയ്യും എന്ന് തന്നെ എൻ്റെ വിശ്വാസം. എന്തായാലും 1x എഡ്ഗർ ഇവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ദൂരെ നിന്നുള്ള ഫയർ. LMX എവിടെ നിന്ന് ഹോഗ് റൈഡർ ടൈറ്റൻ AGM ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും ബ്രൂട്ടലിലെ ബാക്കി റോഗൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സോണിൻ്റെ ഡാമേജ് ഇവിടെ കിട്ടാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവർക്ക് കില്ലോ GC ടൈറ്റൻ AGM കിൽ കൺഫേം ചെയ്തിട്ട് LGM എവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ LGM നമുക്കൊന്ന് കാണിക്കായിരുന്നു. LGM ഇതുവഴി എവിടെയോ പോയായിരുന്നു. LMX ഓക്കെ സോറി LMX സോണിൽ കയറാനുള്ള ശ്രമത്തിലാണ്. വണ്ടിയൊക്കെ എടുത്ത് BRDയും ഒക്കെ എടുത്ത് സോണിൽ പോകുന്നുണ്ട്. എന്തായാലും LMX മെമ്പേഴ്സ് നമ്മുടെ ടീം നമ്പർ ഇവരുടെ DCയുടെ അടുത്തേക്കാണ് ചെല്ലുകൊണ്ടിരിക്കുന്നത്. DC കരണിനൊക്കെ അടുത്തേക്കാണ്. തൊട്ടിപ്പുറത്ത് നമ്മുടെ ഇവരുടെ മെമ്പേഴ്സ് ഉണ്ട്. LMX ടീമിലെ മെമ്പേഴ്സ് തൊട്ടടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത് LMX കിഡ് LMX സീക്കോ എല്ലാം വെയിറ്റ് ചെയ്തിരിക്കും. ഈ കിഡല്ലല്ലോ ID അല്ലേ, നെപ്സി എല്ലാം ഉണ്ട് LMXന് വേണ്ടി. എന്തായാലും ഇവിടെ ഫയറിങ് ബ്രൂട്ടൽ ടീമിലെ മെമ്പേഴ്സ് അവിടെ സോണിൽ കയറിക്കൊണ്ടിരിക്കുന്നത്. ബ്രൂട്ടൽ വൂൾഫൊക്കെ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 1x ടോംബൊക്കെ അവിടെ സോണിൽ എത്തിയിട്ടുണ്ട്. ഹോക്സ് വാർഗോഡ് എല്ലാം അവിടെ അവസാനം സോണിലെത്തിയിട്ടുണ്ട്. തൊട്ടിപ്പുറത്തെ ലക്ഷറി മെമ്പേഴ്സിന് നോക്കാം. LX ഹൂളിഗനൊക്കെ അവിടെ വാർഗോഡിനെ അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. വാർഗോഡിലെ സാംസൺ അവിടെ ഡൗൺ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വാർഗോഡ് ഗോഡ് ലൈക്ക് ആയിരുന്നു തോന്നുന്നു. വാർഗോഡ് ഗോഡ് ലൈക്ക് എന്തായാലും വണ്ടി പൊട്ടിച്ച് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. വാർഗോഡിലെ സാംസണെ നോക്കാം. സാംസൺ അവിടെ ഇപ്പോഴും ഒരു സ്പോട്ടിൽ നിൽക്കുന്നേ ഉള്ളൂ. വാർഗോഡ് ഗോഡ് ലൈക്കിനെ റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ഓക്കെ, സ്മോക്ക് എത്തിയില്ല. അപ്പോൾ സ്മോക്ക് എത്താത്ത കാരണം അവിടെ എനിക്ക് ഒരു സ്മോക്ക് കൂടെ ഒക്കെ ഇട്ടിട്ട് പതുക്കെ പോകുന്നുള്ളൂ. വാർഗോഡ് ഗോഡ് ലൈക്ക് അവിടെ ഹെൽത്ത് എടുക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ തൊട്ടിപ്പുറത്ത് ബാക്കി മെമ്പേഴ്സ് എല്ലാം കയ്യിലുള്ള സ്മോക്ക് എല്ലാം അവിടെ തീർത്തെന്ന് തോന്നുന്നു. അപ്പം ബാക്കി മെമ്പേഴ്സ് ഫയർ കൊടുക്കുന്നുണ്ട്. നല്ല ഡാമേജ് കിട്ടുന്നുണ്ട് വാർഗോഡ് സാംസണ്. ഫയറിംഗ് ആയിരുന്നു എൻ്റെ മോനെ, ഒരു രക്ഷയില്ലായിരുന്ന രീതിയിലുള്ള ഫയറിംഗ് ആയിരുന്നു. റെഡക്സിലെ മെമ്പേഴ്സിൻ്റെ ഒരു രക്ഷ ഉണ്ടായില്ല. പക്ഷേ നമ്മുടെ ഗോഡ് ലൈക്കിനെ എന്തായാലും റിവൈവ് ചെയ്തെടുക്കും. ഗോഡ് ലൈക്ക് അവിടെ റിവൈവ് ആയിട്ടുണ്ട്. എന്തായാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല. ബാക്കി മെമ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ ടീം മെമ്പർ 16 ഇപ്പോഴും ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 16 LMX തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നേ ഉള്ളൂ. 16 ആൻഡ് LMXൻ്റെ ഫൈറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ രണ്ട് മെമ്പേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ഫൈറ്റ് KWS ടീം DEC ടീമിനെതിരെ ഹോക്സിൻ്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മാർസി റബലിന് നല്ല ഫൈറ്റുണ്ട്. ഹോക്സ് പാണ്ട 1xലെ എഡ്ഗറിനെയൊക്കെ ഡൗൺ ചെയ്തിട്ടുണ്ട്. 1xുമായിട്ടുള്ള ഫൈറ്റായിരുന്നു ഹോക്സ് നടത്തിക്കൊണ്ടിരുന്നത്. ഹോക്സിലെ ഒരു മെമ്പർ ഡൗൺ ആണ്. തൊട്ടിപ്പുറത്ത് ബ്രൂട്ടൽ ടീമിനെ നമുക്ക് കാണാം. തൊട്ടിപ്പുറത്ത് LMX ടീമിനെ നമുക്ക് കാണാം. DEC ടീം അവിടെ നിൽക്കുന്നു. MRC ടീം അവിടെ സോണിൽ കയറിക്കൊണ്ടിരിക്കുന്നു. MRC ടീം എവിടെ എത്തണമെന്ന് അറിയാതെ നിൽക്കുന്നു. ബ്രൂട്ടലിൻ്റെ മെമ്പേഴ്സ് അവിടെ കണ്ടിന്യൂസ് ഫയറിംഗ് ആണ്. ഹോക്സ് ട്രൈംസ് ഒക്കെ ഡൗൺ ആയിട്ടുണ്ട്. ബ്രൂട്ടൽ റൈസിനെ നോക്കുകയാണെങ്കിൽ റൈസിനൊക്കെ അവിടെ കണ്ടിന്യൂസ് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. DC LMX ഇഗ്നൈറ്റിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഹോക്സ് വില്യംസ് അവിടെ ബ്രൂട്ടൽ റെഡ് റോഗിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷ ഉണ്ടാവുന്നില്ല. എന്തായാലും കണ്ടിന്യൂസ് ഫയറിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പൺ നിൽക്കുകയാണ് എന്തായാലും. അപ്പോൾ DC മെമ്പേഴ്സ് ദൂരെ നിന്ന് ഫയർ കൊടുക്കുക എന്താ അറിയത്തില്ല. തൊട്ടടുത്ത് വണ്ടിയൊക്കെ എത്തുന്നതായിട്ടുള്ള സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയത്തില്ല. എനിക്ക് വേറെ വണ്ടിയൊക്കെ അടിച്ച് പൊട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ. അപ്പോൾ എന്തായാലും തുരുതുര ഫൈറ്റുകൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഏത് ഫൈറ്റ് സ്പെക്ക് ചെയ്യുന്ന അറിയത്തില്ല. ഹോക്കിൻ്റെ അടുത്ത്, നമ്മുടെ PXൻ്റെ അടുത്ത്, റെഡക്സിൻ്റെ അടുത്ത് എല്ലായിടത്തും ഫൈറ്റ്. വാർഗോഡ് സാംസങ്ങിനൊക്കെ എതിരെ ഫൈറ്റ് കൊടുത്തിട്ടുണ്ട്. സാംസങ് ഓൾമോസ്റ്റ് ഡാമേജ് ആയി ഡൗൺ ആയിട്ടുണ്ട്. നമ്മുടെ VSS വെച്ചുള്ള സ്പ്രേ ഒരു രക്ഷയുണ്ടായില്ല. വാർഗോഡ് സാംസൺ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ഗോഡ് ലൈക്ക് കൂടെ മാത്രം. അപ്പോൾ ഗോഡ് ലൈക്കിൻ്റെ അടുത്തേക്ക് കണ്ടിന്യൂസിലെ മെമ്പേഴ്സ്, ക്രേസിയിലെ മെമ്പേഴ്സ് അവിടെ കയറി വരുന്നുണ്ട്. ക്രേസി മെമ്പേഴ്സ് അവിടെ ഗോഡ് ലൈക്കിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രേസി ഏരീസ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അതേ ഫൈറ്റിൽ ഒരു രക്ഷയുണ്ടായില്ല. അപ്പോൾ ഇവിടെ DEC മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. DEC ക്രേസി സൈക്കറൊക്കെ LXലെ മെമ്പേഴ്സിനെതിരെ ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. DEC ഷേനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഷീനൊക്കെ അവിടെ ഇപ്പോഴും സോണിൽ കയറാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ സോണിൽ കയറേണ്ടത് ഹോക്സ് ബ്രൂട്ടൽ റോഗൊക്കെ കയറി വന്നായിരുന്നു. ബ്രൂട്ടൽ റോഗിനെയൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ DECയിലെ മെമ്പേഴ്സ് ഓരോന്നോരോന്നായിട്ട് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ DC കരണിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബ്രൂട്ടലിലെ മെമ്പർ DC ബ്രൂട്ടൽ വൂൾഫ് അവിടെ വരുന്നുണ്ട്. DC ഷീനിലൂടെ മാത്രമേ ബാലൻസ് ഉള്ളതെന്നു. DC പോപ്സ് അവിടെ ഓരോ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഫ്ലെയിമൊക്കെ അവിടെ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. DECയിലെ മെമ്പേഴ്സ്. DC ഷീൻ ഇപ്പോഴും അവിടെ ഓടി നടക്കുന്നേ ഉള്ളൂ. ഷീൻ ഇപ്പോഴും അവിടെ പൊസിഷൻ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ഹീലൊക്കെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. DC ഷീനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇടയ്ക്ക് സോണിൻ്റെ ഡാമേജ് കിട്ടുന്നുണ്ട്. ഹെൽത്ത് എടുക്കാൻ പോകുന്നുണ്ട്. എന്താണെന്നറിയത്തില്ല. എന്തായാലും ആശാൻ നെയ്ഡൊക്കെ ഇട്ടായിരുന്നു. ഓക്കെ, നെയ്ഡിന് പ്രതിരോധം എന്ന നിലയിലാണെന്ന് തോന്നുന്നു. എന്തായാലും കയറിപ്പോയിട്ടുണ്ട്. തൊട്ടടുത്ത നെയ്ഡ് കൾച്ചറിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം DC ഷീൻ ഇപ്പോഴും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുള്ളൂ.
മനോഹരമായ ഒരു ചാട്ടത്തിൽ നിൽക്കുകയാണ്. നല്ലൊരു പൊസിഷൻ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ഡി സി മെമ്പേഴ്സ്. എന്തായാലും ഡി സിയിലെ കരണിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഡി സി ഷീൻ്റെ മനോഹരമായ ഒ പി പ്രകടനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായ സ്പേസിൽ കയറി നിന്ന് ആരും കാണുന്നുമില്ല, പിടിക്കുന്നുമില്ല. എന്തായാലും മനോഹരമായ സ്പേസിൽ നിൽക്കുന്ന ഡി സി ഷീൻ അവിടെ നിന്ന് താഴെ ചാടിയിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ അവർ മെമ്പേഴ്സ് എല്ലാം പുറത്ത് ചാടാൻ ചാൻസ് ഉണ്ട് നോക്കിയിട്ട്. ബ്രൂട്ടൽ റൈസനൊക്കെ അവിടെ നിന്ന് ഓടി ചാടിയിട്ടുണ്ട്. എന്തായാലും റൈസനൊക്കെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും റൈസനൊക്കെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുത്തിട്ടുണ്ട്. റൈസനെ ഇൻസ്റ്റൻ്റായിട്ട് ബ്രൂട്ടൽ വൂൾഫ് അവിടെ ബാക്കിൽ കൂടെ വന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൈസനെ അവിടെ റിവൈവ് ചെയ്യും. മനോഹരമായ ഒരു പ്ലേ ആയിരുന്നു നമ്മുടെ ഷീൻ്റെ. നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു. ഹോക്സ് ട്രാംസ് ഒക്കെ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. LXലെ മെമ്പേഴ്സ് ഓരോന്ന് LMXലെ പ്ലേയേഴ്സിന് നോക്കാം. LMX നപ്സി ഒക്കെ അവിടെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അവിടെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ക്രേസിയിലെ മെമ്പർ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ക്രേസിയിലെ മെമ്പേഴ്സ് ഹോക്ക് റൈഡർ ഗാലക്സി മെമ്പേഴ്സ് തൊട്ടടുത്ത് തന്നെ കാണുന്നു. ക്രേസി മെമ്പേഴ്സിന് സോണി കറണ്ട് ആയിട്ടുണ്ട്. റെഡക്സിലെ മെമ്പേഴ്സിന് സോണി കറണ്ട് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ടീം നമ്പർ 22 ക്രേസി സൈക്കിൾ PBs റെഡക്സിനെയൊക്കെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് ഇവിടെ അടുത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. LMXനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായി സംഭവം? നമ്മുടെ ലൈവ് പോയോ? ലൈവ് സ്ട്രീം ഹെൽത്തി ആണല്ലോ എപ്പോഴും. ലൈവ് സ്ട്രീം ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. MX അയ്യോ പൊടിമോൻ സാംസൺ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രേസിലെ മെമ്പേഴ്സ് അവിടെ ഡൗൺ ആയി. റെഡക്സിലെ മെമ്പേഴ്സ് അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ ഈ ഫൈറ്റ്? ബ്രൂട്ടലിലെ മെമ്പേഴ്സ് അല്ല, ബ്രൂട്ടലിലെ LX സ്നൈപ്സ് അല്ല, ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സിനെ തോന്നുന്നു LX സ്നൈപ്സ് ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് എന്താണ് ഹോക്ക് റൈഡർ അത് ദൂരെ നിന്ന് ഫ്ലാങ്ക് ചെയ്ത് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രൂട്ടൽ ഫ്ലെയിം അവിടെ ഡൗൺ ആൻഡ് ഹോക്ക് സ്ട്രൈംസ് അവിടെ ബ്രൂട്ടൽ വൂൾഫിനെ ഡൗൺ ചെയ്തായിരുന്നു. ഹോക്ക് റൈഡർ ഇപ്പോഴും കയറുന്നുണ്ട്. LXലെ സ്നൈപ്സ് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഹോക്ക് സ്ട്രൈംസിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട് റെയിൻ GC. അപ്പോൾ 3 ടീമുകളായിട്ട് 7 മെമ്പേഴ്സാണ് ലൈവായിട്ടുള്ളത്. നമ്മുടെ റെഡക്സിലെ മെമ്പേഴ്സ് അവിടെ 3 പേരുണ്ട്. ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് 3 പേരുണ്ട്. LXലെ സ്നൈപ്സോടെ മാത്രം. അപ്പം ഇവർ തമ്മിലുള്ള ഫൈറ്റാണ് ഇനി ഇരിക്കുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് തോന്നുന്നു. വണ്ടിയൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ചൂടൊന്ന് വേണ്ടി പോകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? തൊട്ടടുത്ത് നോക്കുവാണെങ്കിൽ എന്തായാലും ഇവർ തമ്മിലുള്ള ഫൈറ്റ് മനോഹരമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് ഓരോന്നോരോന്നായിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് 3 പേരെ ലൈവാണ്. LX സ്നൈപ്സ് നല്ലൊരു നെയ്ഡ് ഇട്ടിട്ടുണ്ട്. പൊട്ടിയെങ്കിലും ഡാമേജ് ഒന്നും കൊടുക്കാൻ സാധിച്ചില്ല. തൊട്ടപ്പെടുത്ത് നമ്മുടെ റെഡക്സിലെ മെമ്പേഴ്സ് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ഹോഗ് റൈഡറുടെ LX സ്നൈപ്സിൻ്റെ ഡൗൺസ് 2 ടീമുകളായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പം ഗ്രൗണ്ട് സീറോയുടെ ലൊക്കേഷൻ എന്തായാലും മനസ്സിലായിട്ടുണ്ട്. PB സോൾ റെഡക്സ് എല്ലാം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതെന്താ അനങ്ങാത്തെ? ഓക്കെ, എന്തായാലും PB റെഡക്സ് എല്ലാം ഹോൾഡ് ചെയ്തിരിക്കുന്നു. മുത്തുമണികൾ ഇവിടെ ഗ്രെയിം സ്മിത്ത് എത്തിയിട്ടുണ്ട്. മുത്തുമണികളെല്ലാം ഗ്രൗണ്ട് സീറോ ആൻഡ് റെഡക്സ് മാത്രമേ ഉള്ളൂ ഇനി മുത്തുമണികളായിട്ട്. ബാക്കി എല്ലാ മെമ്പേഴ്സും ഫിനിഷ് ആയിട്ടുണ്ട്. ഒന്നും കാണുന്നില്ല. നമുക്ക് ഇൻഡിവിജ്വൽ പോയിൻ്റ് റേഞ്ച് GCയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ PB സോൾ റെഡക്സിനെ ഡൗൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഡൗൺ ചെയ്തിട്ടുണ്ട്. നല്ലൊരു നീഡായിരുന്നു കില്ലോയുടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയിലെ ഒരു മെമ്പറൂടെ ഉള്ളൂ. ഒരു മെമ്പറൂടെ റെഡക്സ് PA+ സ്പോട്ട് ചെയ്ത് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഫിനിഷ് ചെയ്ത് ചിക്കൻ ഡിന്നർ കൊണ്ടുപോയിട്ടുണ്ട് ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ്. അപ്പം ഇതായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 18 കിലോയോട് കൂടി ഗ്രൗണ്ട് സീറോ ഇന്നത്തെ ചിക്കൻ ഡിന്നർ കൊണ്ടുപോയിക്കുന്നത്. റെഡക്സ് ടീം ഒട്ടും മോശമല്ലായിരുന്നു. 8 കിലോയോട് കൂടി അവർ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. LX ടീം അവിടെ 6 കിലോയോട് കൂടി 3ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഹോക്സ് അവിടെ 4 കിലോയോട് കൂടി 4ാം സ്ഥാനത്ത്. ബ്രൂട്ടൽ ടീം അവിടെ 10 കിലോയോട് കൂടി 5ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. LMX ടീം അവിടെ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 7ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ക്രേസി ടീമാണ് 7 കിലോയോട് കൂടി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ആദ്യത്തെ നമ്മുടെ മെയിൻ റിസൾട്ട് എന്ന് പറയുന്നത്. 8ാം സ്ഥാനത്ത് MRC ടീമാണ്. 9ാം സ്ഥാനത്ത് DEC ടീം. 10ാം സ്ഥാനത്ത് വാർഗോഡ് 4 കിലോ ഉണ്ടായിരുന്നു. 1Xലെ മെമ്പേഴ്സ് 11ാം സ്ഥാനത്ത്. 12ാം സ്ഥാനത്ത് ടൈറ്റൻ AGM ടീം ആയിരുന്നു 12ാം സ്ഥാനത്ത്. അപ്പോൾ KWS ടീം 13ാം സ്ഥാനത്ത് എലിമിനേറ്റ് ആയി. DKC ടീം 14ാം സ്ഥാനത്ത്. ZRM ടീം 15ാം സ്ഥാനത്ത്. കേരള ടീം 16ാം സ്ഥാനത്ത്. ബ്രെയിൻ ടീം 17ാം സ്ഥാനത്ത്. 18ാം സ്ഥാനത്ത് സൈറസ് ടീമായിരുന്നു. 19ാം സ്ഥാനത്ത് F2P എലിമിനേറ്റ് ആയി. 20ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന എസിമോ ആയിരുന്നു. 21ാം സ്ഥാനത്ത് ബ്ലൈൻഡ്. 22ാം സ്ഥാനത്ത് BIA. 23ാം സ്ഥാനത്ത് PX ടീം. ഇങ്ങനെയായിരുന്നു ഇന്നത്തെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായി പോരാടിയ ഗ്രൗണ്ട് സീറോയ്ക്ക് അഭിനന്ദനങ്ങൾ. ഇന്നത്തെ ചിക്കൻ ഡിന്നർ അവരുടെ പേരിൽ. അപ്പോൾ അവരുടെ നിന്ന് പോയി ചിക്കൻ മേടിച്ച് തിന്നുകൊള്ളുക. താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ നമ്മൾ നാളെ വീണ്ടും എത്തുന്നവരെ ടിൽ ദെൻ ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.